എല്ലാവർക്കും നമസ്കാരം. ഇത് ഫിലിം സ്റ്റോറി മാൻ മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. സത്യത്തിൽ സംഭവിച്ചത് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാ പ്രേക്ഷകരെയും ഒരുപോലെ രസിപ്പിക്കുന്ന ഒരു ചിത്രമാണ് പ്രശാന്ത് മോഹൻ എന്ന ഡയറക്ടർ എടുത്തിരിക്കുന്നത്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന ഈ ചിത്രത്തിൽ ഡയറക്ടർമാർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. കാരണം അഭിനയിച്ചിരിക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോണി ആൻ്റണി ചേട്ടൻ, പിന്നെ ദിലീഷ് പോത്തൻ, പിന്നെ ശ്രീകാന്ത് ചേട്ടൻ, പിന്നെ നമ്മുടെ ബൈജു എഴുവന ചേട്ടൻ, ഇവരൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ ബൈജു എഴുവന ചേട്ടൻ ഒരു ക്യാരക്ടറാണ് കിട്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം വളരെ മനോഹരമായി ആ ക്യാരക്ടർ ചെയ്ത്. പിന്നെ ബാക്കി പറഞ്ഞ പിന്നെ നമ്മുടെ ജോജി എന്ന കഥാപാത്രം, കാരണം നല്ല അടിപൊളി, നല്ല രസമായിട്ടുള്ളൊരു കഥ. കാരണം ഒരു നിധി കിട്ടുന്ന സംഭവം, ആ നിധിയെ ചുറ്റിപ്പറ്റിയുള്ള പിന്നീട് സംഭവിക്കുന്ന സംഭവവികാസങ്ങളും കൂടാതെ ലവ് സോങ്സും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ഒത്തുചേർന്ന ഒരു ഫാമിലി സ്റ്റോറിയാണ് സത്യത്തിൽ സംഭവിച്ചതെന്ന ചിത്രം. വളരെ മനോഹരമാണ്, യാതൊരു ബോറടിയും ഇല്ലാതെ എല്ലാവരെയും രസിപ്പിക്കുന്ന ഒരു ചിത്രം. അതിൻ്റെ ക്യാമറയൊക്കെ അടിപൊളിയാണ്. കാരണം നമ്മൾ ഈ ഗ്രാമീണ അന്തരീക്ഷത്തിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും ധൈര്യപൂർവ്വം കാണാം. ഈ ഒരു കൊച്ചു ചിത്രം വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഡയറക്ടർ എടുത്തിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും അതിൽ കുട്ടികൾ തൊട്ട് പ്രായമുള്ളവരൊക്കെ തന്നെ അഭിനയിച്ചിരിക്കുന്നത് എല്ലാം വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. അവരൊക്കെ ആ കാസ്റ്റിങ് അവരൊക്കെ മനോഹരമായിട്ട് ഡയറക്ടറിൻ്റെ ഭാവനയിൽ തന്നെ എല്ലാവരും അതിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് ഈ ചിത്രം തിയേറ്ററിൽ വന്ന് കാണാം. ചിരിക്കാനും ചിന്തിപ്പിക്കുന്നതും മറ്റും എല്ലാം ഉണ്ട്. പിന്നെ കൂടാതെ നമ്മുടെ ഗാനങ്ങളൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പർ ഗാനങ്ങൾ. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസർ, അത് പറയാൻ വിട്ടുപോയി, നമ്മുടെ കോട്ടയം രമേശൻ ചേട്ടൻ ഇതിലൊരു പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡ്യൂസറാണ് എൻ്റെ ഒരു ഭാഗമാണ് പുള്ളി. അപ്പോൾ കോട്ടയം രമേശൻ ചേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകാന്ത് ചേട്ടനൊക്കെ നമ്മ പല ചിത്രങ്ങളെയും ജഡ്ജി, അങ്ങനെയുള്ള നല്ല നല്ല ക്യാരക്ടർ, ഇതിലൊക്കെ സാധാരണക്കാരൻ്റെ വേഷമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കോട്ടയം രമേശ് ചേട്ടൻ ഇവരൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ്, മറ്റേ ജോജി ഒക്കെ ഞെട്ടിച്ച് കളഞ്ഞ്. എന്തായാലും ഈ ചിത്രം, പിന്നെ ദിലീഷ് ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തിൻ്റെ റോള് എടുത്തിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. താങ്ക് യു.